നബി തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ ആകെ പ്രസവ നബിയെ, ഞാൻ കുടുംബ വീട്ടിലായിരുന്നു, ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി. ഞാനൊരു വീട് വെച്ച് മാറിക്കഴിഞ്ഞപ്പോ എല്ലാം പോയി ഉസ്താദേ. ഇവിടെ നബിയെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി, സാമ്പത്തികമായി വലിയ പ്രയാസം, കുട്ടി മരണപ്പെട്ടു പോയി, ഭാര്യ രോഗിയായി, എന്തെന്നറിയില്ല. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ആ വീട് നീ വിറ്റേക്ക്, നിനക്ക് ഖൈറല്ലെന്ന് നബിയനാ റസൂലുള്ളാഹി. ആ വീട് വിട്ടേക്കാൻ പറഞ്ഞു നബിതങ്ങൾ. നബിതങ്ങളും സ്വഹാബത്തും ഒരിക്കൽ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ഒരു സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ താമസിക്കാം, ക്ഷീണം കാരണം. നബിതങ്ങൾ ഞെട്ടി ഉണർന്നു. നോക്കുമ്പത്തേക്ക് സുബഹിയുടെ സമയം കഴിഞ്ഞു. നബിതങ്ങൾ ബിലാല് തങ്ങളെ വിളിച്ചു, ബിലാലെ ബിലാലെ, എന്തേ ബിലാലെ വിളിക്കാന്, എന്തേ ബിലാലെ വിളിക്കാന്? ഉറങ്ങിപ്പോയി നബിയെ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, എല്ലാവരും പെട്ടെന്ന് വാഹനത്തിൽ കയറാൻ, എല്ലാവരും പെട്ടെന്ന് വാഹനത്തിൽ കയറാൻ. എന്തേ നബിയെ തെറുതി? നമ്മളുടെ എല്ലാവരുടെയും സുബഹി ഒരുമിച്ച് ഖളാ ആകുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ശൈത്താനിന്റെ സാന്നിധ്യമുണ്ടെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ എന്തോ ഉണ്ട്, വിട്ടോളാ. അതാ എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്, അതൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹു പറയുകയാ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ ഖാല റബ്ബി ലിമ ഹസർതനി അഅ്മാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അറിയണോ പെങ്ങളെ, അറിയണോ സഹോദരാ, അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രയാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ്? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ. അല്ലാഹു നിന്റെ മഈസത്ത് തകർത്ത് കളഞ്ഞല്ലോ, നിന്റെ ജീവിത മാർഗത്തിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ, സാമ്പത്തികമായി പ്രയാസമായല്ലോ, നിന്റെ കച്ചവടം മുഴുവനും പൊളിഞ്ഞല്ലോ, നിന്റെ വരുമാനം മുഴുവനും നിലച്ചല്ലോ. പെങ്ങളെ പെങ്ങളെ, അള്ളാന്റെ ഖുർആനിനെ പരിഗണിക്കാതെ വന്നപ്പോ, അല്ലാഹുവിന്റെ കലാമിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ അല്ലാഹു നിന്നെ തകർത്തതാണ്, നിന്റെ കച്ചവടം പോയതാണ്, നിന്റെ കച്ചവടം നഷ്ടപ്പെടുത്തിയതാണ്. നീ പടച്ചവനെ പരിഹസിച്ചുകൊണ്ട് നടക്കുന്നവനാണ്, അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കാത്തവനാണ്, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നപ്പോ പെങ്ങളെ എല്ലാം പോയി മോള്, എല്ലാം പോയി മോള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താ? നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താ? കോടികൾ കൊടുത്ത് വീട് വെച്ചാൽ സമാധാനം കിട്ടൂല, പടച്ചവനെ വേലക്കാരെ വെച്ചാ സമാധാനം കിട്ടൂല, കാറ് വാങ്ങിയിട്ടാ സമാധാനം കിട്ടൂല. പെങ്ങളെ, സമാധാനം കിട്ടണമെങ്കിൽ നിന്റെ വീടിന്റെ അകത്തിരുന്ന് ഖുർആന് കരയുകയാ. ഒരു വീടിന്റെ അകത്ത് ഖുർആനുണ്ട്, 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയുമെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാണ്. ആ 5 കാര്യങ്ങളിൽ ഒരു കാര്യം ഖുർആനാണ്. ഒരു വീടിന്റെ അകത്ത് ഖുർആനുണ്ട്, ആ ഖുർആൻ ആ വീട്ടുകാര് പാരായണം ചെയ്യാതെ വന്നാ ഖുർആൻ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ, ഖുർആൻ വീടിന്റെ അകത്തിരുന്ന് തേങ്ങുകയാ. എങ്ങനാ പെങ്ങള്? അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ നിന്റെ വീടിന്റെ അകത്തിരുന്ന് തേങ്ങുമ്പോ അല്ലാഹു സമാധാനം തരുവോ ഉമ്മ? മനസ്സറിഞ്ഞിട്ട് പറവുമ്മ, തൊട്ടിട്ട് എത്ര നാളായി അലമാരിയുടെ മുകളിൽ പൊടിയടിച്ച് കിടക്കുകയാണ് ഖുർആൻ. ഒന്ന് തുറക്കാൻ സമയമില്ലല്ലോ, ഒന്ന് തുടയ്ക്കാൻ സമയമില്ലല്ലോ, ഒന്ന് ചുംബിക്കാൻ സമയമില്ലല്ലോ, ഒരായത്തെങ്കിലും ഓതാൻ നിനക്ക് സമയമില്ലല്ലോ. കാരണം പടച്ചവനെ, ഖുർആൻ നിന്റെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. പിന്നെ എങ്ങനാ വാപ്പാ അല്ലാഹു സമാധാനം തരുന്നത്?
സന്തോഷം തരുന്നത്, ബർക്കത്ത് തരുന്നത്, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. പടച്ചവനെ അല്ലാഹു എല്ലാം നഷ്ടപ്പെടുത്തി കളയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നീ നിന്റെ തകർച്ചയുടെ കാരണം ഖുർആനാ. അതാ പറഞ്ഞത്, ഖുർആനിനോട് കളിക്കരുത്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ ഉമ്മമാര് പറയട്ടെ, എന്റെ ഉപ്പമാര് പറയട്ടെ, പടച്ചവനെ നമ്മളുടെ തറവാടുണ്ടല്ലോ, AC ഇല്ല, ഡബിൾ കോട്ട് കട്ടിലില്ല, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, 3-4 അടുക്കളയില്ല. പടച്ചവനെ ഒരു ചെറിയ ഓലപ്പരയുണ്ടായിരുന്നു, ഒരു ചെറിയ പെരയുണ്ടായിരുന്നു. അല്ലാഹുവേ സമാധാനമുണ്ടായിരുന്നു. അതാ കൂടപ്പറപ്പുകളെ തമ്മിൽ ജീവനായിരുന്നു, കൂടപ്പറപ്പുകളെ തമ്മിൽ ജീവനായിരുന്നു. വാപ്പയും ഉമ്മയും പരസ്പരം ചീത്ത വിളിക്കുന്നതും തല്ലുന്നതും നമ്മൾ കണ്ടിട്ടില്ലടോ. അല്ലാഹുവേ ഒരുപാട് സുഭിക്ഷമായ ഭക്ഷണമില്ല, ചോറും ചമ്മന്തിയാണെങ്കിലും തിന്നാ വയറ് നിറയുമായിരുന്നു. ഇന്നെല്ലാം മാറിയടോ. ഭാര്യയും ഭർത്താവും ശത്രുക്കളാണ്. കൂടപ്പറപ്പിന് സിഹ്ർ ചെയ്യുന്ന കാലമാണോ. അല്ലാഹുവേ സിഹ്ർ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. നീ മോചനം കൊടുക്കണേ അല്ലാ. നല്ലതല്ല ഉമ്മമാരെ, നല്ലതല്ല ഉമ്മമാരെ, നിനക്കത് നിസാരമാ, നിനക്കത് നിസാരമാ. ആരെങ്കിലും ഉസ്താദന്മാരെയോ ആരെയെങ്കിലും പോയി മന്ത്രവാദികളെ കണ്ടിട്ട് നിനക്ക് 101 രൂപയുടെ പണിയേ ഉള്ളൂ, വല്ലാഹി രക്ഷപ്പെടൂല. എന്റെ ഉമ്മമാരോട് പറയുകയാണ്, എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, ഒരു കാലത്തും നിങ്ങൾ നന്നാവൂല, ഒരു കാലത്തും നിങ്ങൾ രക്ഷപ്പെടൂല. പടച്ചവനെ സിഹ്ർ ചെയ്യുന്നത് വലിയ പാപമാടോ. പെട്ടുപോകല്ല് പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് പരസ്പരം സ്നേഹമില്ലടോ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ആ കുടിലിനകത്തെല്ലാം ഉണ്ടായിരുന്നു, ആ കുടിലിനകത്ത് സമാധാനമുണ്ടായിരുന്നു, ആ കുടിലിനകത്ത് സന്തോഷമുണ്ടായിരുന്നു. പടച്ചവരെ എന്തേ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്നറിയോ? അല്ലാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്കതിന്റെ കാരണമറിയുമോ? വളർന്നു വരുന്ന യുവതലമുറയോട്, എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, മോനെ, 2 നില വീടിന്റെ അകത്ത് കിട്ടാത്ത സമാധാനം, AC ഇല്ലാത്ത, കരണ്ട് പോലും ഇല്ലാത്ത പടച്ചവനെ ആ ചെറിയ വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നടാ മോനെ. അതിന്റെ കാരണമെന്നറിയുമോ? മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നമ്മുടെ ഉമ്മ ഖുർആൻ, നമ്മുടെ ഉമ്മ അതാ നിസ്കാരപ്പായിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ഉമ്മ പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പടച്ചവനെ, നമ്മുടെ മാതാവ് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഇരുന്ന് ദിക്ർ പറയുകയാണ്. അപ്പോഴാണ് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നത്. അവിടെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ മാതാവ് എഴുന്നേൽക്കുകയാണ്, നിസ്കരിക്കുകയാണ്, ഫർദ് നമസ്കരിക്കുകയാ, സുന്നത്ത് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞ ഉമ്മ എഴുന്നേറ്റോടാറില്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഉമ്മ ഇരുന്ന് വാഖിയ ഓതുകയാണ്, സൂറത്തുൽ മുൽക്ക് ഓതുകയാണ്, സൂറത്തു റഹ്മാൻ ഓതുകയാണ്, സൂറത്തു സജദ ഓതുകയാണ്, സൂറത്തു യാസീൻ ഓതുകയാണ്. പെങ്ങളെ, നമ്മുടെ ഉമ്മമാരാ വീടിന്റെ അകത്തിരുന്ന് പാരായണം ചെയ്യുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ സൂറത്തിന്റെ പ്രത്യേകത അറിയുമോ സഹോദരാ? എന്റെ പെങ്ങന്മാരോട് ചോദിക്കുകയാണ്, ഈ സൂറത്തിന്റെ പ്രത്യേകത നിനക്കറിയുമോ? സൂറത്തുൽ വാഖിയുടെ പ്രതിഫലം എന്താണെന്നറിയോ? എങ്ങനാ മോളെ നിന്റെ വാപ്പ നിന്നെ വിവാഹം കഴിച്ചു കൊടുത്തത്? ഈ പ്രായമുള്ളവരോട് ചോദിക്കട്ടെ, എങ്ങനാ
നിങ്ങളുടെ വാപ്പ വീട് വെച്ചത് ലോൺ എടുത്തിട്ടാണോ, പണയം വെച്ചിട്ടാണോ, പലിശക്കെടുത്തിട്ടാണോ, നാടും വീടും നടന്ന് പിരിവെടുത്തിട്ടാണോ? ഇസ്സത്തോടെ നിന്റെ വാപ്പ ഇതെല്ലാം ചെയ്തില്ലേ? നിന്റെ വീടിന്റെ അകത്ത് തിന്നാൻ എന്തെങ്കിലും അല്ലാഹു തന്നില്ലേ? അതിന്റെ കാരണം നിനക്കറിയണോ? പടച്ചവനെ, നോട്ടിന്റെ മരമില്ലായിരുന്നു നിന്റെ വീട്ടില്, എല്ലാം അല്ലാഹു റാഹത്താക്കി തന്നതിന്റെ കാരണം നിനക്കറിയണോ? ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ, പ്രായമുള്ളവരൊക്കെ നോക്കിക്കേ, എങ്ങനാ നിന്റെ വാപ്പ വീട് വെച്ച് പലിശക്കെടുത്തിട്ട, ലോൺ എടുത്തിട്ട, പണയം വെച്ചിട്ട നിന്നെ കെട്ടിച്ചു വിട്ട? ഈ പ്രായമുള്ള ഉമ്മ നിന്നെ എങ്ങനെയാ നിന്റെ വാപ്പ കെട്ടിച്ചു വിട്ട? പിരിവെടുത്തിട്ടായിരുന്നോ? അല്ല. നിന്റെ വീട്ടിൽ എന്തെങ്കിലും അല്ലാഹു തന്നിട്ടുണ്ട് തിന്നാനും കുടിക്കാനും. അതിന്റെ കാരണം സൂറത്തുൽ വാഖിയ ഏത് വീടിന്റെ അകത്ത് പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീടിന്റെ അകത്താണോ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നത് ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല. നിന്റെ വീട്ടിൽ ഓതുവോ? നീ മഗ്രിബ് കഴിയുമ്പോ നിസ്കാരമൊന്നുമില്ല, 6:30 കഴിയുമ്പോ കയറി അങ്ങോട്ട് ഇരിക്കും, അല്ലാഹു ബിസ്മില്ലാ, ടി വി അങ്ങോട്ട് ഓണാക്കും, റിമോട്ട് എടുത്ത് കൈ പൊക്കും, ഇങ്ങനെ 1, 2, 3 ഏതാണെന്നറിയത്തില്ല, ഇങ്ങനെ നെക്കി ഇങ്ങനെ ഇരിക്കും, ചാനലും മാറ്റി. എന്നിട്ട് പറയുന്നു നിനക്ക് സമാധാനമില്ലെന്ന്. എത്ര കിട്ടിയിട്ടും തികയുന്നുണ്ടോ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര കിട്ടിയിട്ടും തികയുന്നില്ല, ബറക്കത്തില്ലടോ ഒന്നിലും, എല്ലാം പോയി. എന്തുകൊണ്ട്? സൂറത്തുൽ വാഖിയ ആകെ ഒരെണ്ണേ ഉള്ളൂ. നീ ഇപ്പൊ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുക, ഇപ്പോഴേ പറയുന്നു മോളെ കെട്ടിക്കണം, അധ്വാനിച്ചോ, കാള കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെട്ടോ, ഒന്നും തിന്നണ്ട. താത്ത, നിന്റെ വാപ്പ നിനക്ക് തന്നതാ സ്വർണം, നീ ഇപ്പൊ അലമാരിക്കകത്ത് വെച്ചിരിക്കുക മോളെ കെട്ടിക്കാൻ, നീ എങ്കിലും എടുത്ത് ധരിക്കുന്നതാ. നിന്റെ മോളെ കെട്ടിക്കാൻ നിന്റെ വാപ്പ നിനക്ക് തന്നത് നീ പൂഴ്ത്തി വെച്ചിരിക്കുക, എന്തിന്? മോളെ കെട്ടിക്കാൻ. അവളാണെങ്കിൽ ഇങ്ങനെ നടക്കാം. എടോ, സൂറത്തുൽ വാഖിയ നിർബന്ധമാക്കണം വാപ്പ വീട്ടില്, ഫർളാ. അത് എന്റെ വീടിന്റെ അകത്ത് ഓതിയിരിക്കണം ആരെങ്കിലും, ആ വീട്ടിൽ നിർബന്ധമാക്കുക. അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ വാഖിയ. സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ. നിനക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? 11:30 ആയോപ്പാ? ഓ, തീരാറായില്ല. വാച്ചിലൊക്കെ നോക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്. അയാൾക്ക് എന്തെങ്കിലും തിരക്ക് കാണുമായിരിക്കും. അല്ലാഹു അദ്ദേഹത്തിന്റെ അവസാന സമയം നന്നാക്കി കൊടുക്കട്ടെ. ലവൻ ചെയ്യാനാ നിർത്താറായ? ഞാൻ കുറച്ചേരം കൂടി ഇരിക്കൂലേ? നിർത്തണോ പറയണോ? നിങ്ങളെക്കാളും നിർത്തണമെന്ന് ആഗ്രഹം, നിങ്ങൾ ആരെങ്കിലും നിർത്തണമെന്ന് ഞാൻ ഹാപ്പിയാ. പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇവിടെ കാണണമെല്ലാണ്. മദ്രസ കെട്ടാൻ വേണ്ടി ഞാൻ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം, അപ്പൊ ഇങ്ങനെ ഇരിക്കരുത്. അപ്പൊ എല്ലാവരും തരണം. അൽഹംദുലില്ലാ, ഒരു മദ്രസയ്ക്ക് വേണ്ടിയാ. വലിയ സന്തോഷം, അൽഹംദുലില്ലാ. ഇപ്പൊ ബക്കറ്റ് പിരിവ് നടത്തി ഉസ്താദ്, അത് ഞങ്ങളുടെ പരിപാടിയും മറ്റുള്ള കാര്യങ്ങളും. മദ്രസയ്ക്ക് വേണ്ടിയുള്ളത് പിന്നീട് അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ മുൽക്ക് ആകെ 2.25 പേജേ ഉള്ളൂ. എന്താ ഈ സൂറത്തിന്റെ പ്രത്യേകത? എന്താ ഇപ്പൊ ഒന്നും അറിയില്ല അതിന്റെ പ്രത്യേകത. അത് പള്ളിക്കാട്ടിൽ പോകണം അറിയണമെങ്കിൽ. സഹാബിയുടെ ചരിത്രം പറയുന്ന ഒരു സഹാബി യാത്ര മധ്യയിൽ ഇങ്ങനെ രാത്രി കിടക്കാൻ വേണ്ടി തമ്പൊക്കെ അടിച്ച് കിടന്നുറങ്ങി. രാത്രി നോക്കുമ്പോ നല്ല ഖുർആൻ ഓതുന്ന ശബ്ദം. ചാടി എഴുന്നേറ്റു, ആരാ അല്ലാ ഈ രാത്രി ഖുർആൻ ഓതുന്നത്? ഇറങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോ ആരെയും കാണുന്നില്ല. സഹാബി പിന്നെ വന്നു കടന്നു, പടച്ചവനെ തോന്നിയതായിരിക്കും അല്ലാ. കുറച്ചു കഴിയുമ്പോ വീണ്ടും ഖുർആൻ കേൾക്കുക. ചാടി എഴുന്നിട്ട് പുറത്തൊക്കെ ഇറങ്ങി നോക്കി, ആരെയും കാണുന്നില്ല. മൂന്നാമതാണ് ഈ ചങ്ങാതിക്ക് മനസ്സിലായത്, ഖുർആൻ കേൾക്കുന്നത് പുറത്തു നിന്നല്ല, ഞാൻ കിടക്കുന്നതിന്റെ അടിയിൽ നിന്നാണ്. ഈ സഹാബി കിടന്നത് ഒരു ഖബറിന്റെ മുകളിലാ. ചങ്ങാതി വരണ്ടോടി രാവിലെ നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് അത്ഭുതത്തോടു കൂടി പറഞ്ഞു, നബിയെ, ഖുർആനിന്റെ അകത്ത് നിന്ന്, ഖബറിനകത്ത് നിന്ന് ഖുർആൻ കേൾക്കുന്ന നബിയെ. അതിലിപ്പോ എന്താ അത്ഭുതം? എന്താ? ഏത് സൂറത്താകട്ടെ, സൂറത്തുൽ മുൽക്ക്. അതിലിപ്പോ എന്താ അത്ഭുതം? അതിന്റെ പ്രതിഫലം ഖബറിൽ പോകുമ്പോൾ അറിയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു റഹ്മാൻ, റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. എന്താ പ്രതിഫലം എന്നറിയോ? സൂറത്തു റഹ്മാന് പാരായണം ചെയ്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഒരിക്കൽ നബി ഒരു സഹാബി ഖുർആൻ ഓതാ. സഹാബി ഇങ്ങനെ വീട്ടിലിരുന്ന് ഖുർആൻ ഓതുമ്പോ വീടിന്റെ പുറത്ത് കെട്ടിയിരിക്കുന്ന മൃഗങ്ങൾ, കുതിരകളൊക്കെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കാം. ചങ്ങാതി നിർത്തി ഇറങ്ങിപ്പോയി നോക്കി, എന്താ അല്ലാ മൃഗങ്ങൾ ഇങ്ങനെ കിടന്ന് ചാടുന്നേ? അപ്പൊ മിണ്ടാതെ നിൽക്കണം. അകത്ത് കയറി ഖുർആൻ ഓതാൻ തുടങ്ങി. വീണ്ടും ബഹളം. അങ്ങനെ 2-3 പ്രാവശ്യമായി. അവസാന സഹാബി ഖുർആൻ മടക്കി വെച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ചെന്നിട്ട് വലിയ അത്ഭുതത്തോടെ നബിതങ്ങളോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിച്ചു, നീ ഏത് സൂറത്താ ഓതിയെന്ന്?
ഈ കുതിരകളൊക്കെ കിടന്ന് ചാടിയല്ലോ. നീ ഏത് സൂറത്താ ഓതിയേ? ഞാൻ സൂറത്തു റഹ്മാനാ ഓതിയേ. മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ചാടിയതാണെന്ന് മഹാനായ നബിഗിന റസൂലുള്ളാഹി സൂറത്തു റഹ്മാൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരും. പെങ്ങളെ, ആ ഒരു ദുആയ നമ്മളൊക്കെ രക്ഷപ്പെട്ടെ. ആ മലക്കുകളുടെ റഹ്മത്തിന്റെ മാലാകമാരുടെ ദുആകളാ നമ്മളൊക്കെ രക്ഷപ്പെടുത്തിയേ. സൂറത്തു സജദ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉംറ ചെയ്ത കൂലിയുണ്ടെന്ന സൂറത്തു സജദ ഓതിയാൽ. സൂറത്തു സജദ ഓതുന്നവർക്ക് ഉംറയുടെ കൂലി. സൂറത്തു യാസീൻ, ആ യാസീൻ ഓതിയിട്ടുള്ള ദുആയ നിന്നെയൊക്കെ ഇങ്ങനെ ആക്കിയത്, നമ്മളെയൊക്കെ ഇങ്ങനെ ആക്കിയത്. നിനക്ക് ജോലി തന്നത്, നിനക്ക് മക്കളെ തന്നത്, നിനക്ക് വീട് തന്നത്, നിനക്ക് നല്ല ഒരു ജീവിതം തന്നത് ആ യാസീൻ ഓതിയിട്ട് നമ്മുടെ വാപ്പയും ഉമ്മയും ചെയ്ത ദുആയ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഇന്ന് നമുക്ക് സമയമില്ല. നമ്മളാണ് മാതൃകയാകേണ്ടത്, മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾക്ക് അങ്ങനെ ഇല്ലല്ലോ. നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്നില്ലല്ലോ. നമ്മളെല്ലാം തികഞ്ഞിരിക്കല്ലേ. നമ്മളുടെ നടത്തം കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ പാസ് പോക്കറ്റ് ഇട്ട് നടക്കുന്നവരെ പോലെ അത് ഞാൻ സ്വർഗത്തിലാണെന്ന് ഉറപ്പോടെ നടക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. അതുകൊണ്ട് ആ ഖുർആൻ കേട്ടിട്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലേ? ആ ഖുർആൻ നിന്റെ ഹൃദയത്തിലേക്ക് കയറുന്നില്ലേ? പെങ്ങളെ, വല്ലാതെ ഭയപ്പെടണം പെങ്ങള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നു, ഒന്ന്, നീ പാരായണം ചെയ്യുന്നത് ഖുർആനാണെന്നുള്ള ബോധം നിനക്ക് വേണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. പറയുന്ന ഒന്നാമത്തെ കാര്യം, നിന്റെ കയ്യിലിരിക്കുന്നത്, നീ പാരായണം ചെയ്യുന്നത് ഇത് അല്ലാഹുവിന്റെ കലാമ, സാധാരണ ഒരു ഗ്രന്ഥമല്ല. ഈ ബോധം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ, സമയം ഒരുപാടായി. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് അൽഹംദുലില്ലാ, നാളെ മഹാനായ ശൈഖുന ചെറുമൂത്ത് ഉസ്താദിന്റെ ദുആയുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന വലിയ തവാളോടുകൂടി നല്ല വിനയമുള്ള ഇഖ്ലാസുള്ള ഒരു പണ്ഡിതന. അൽഹംദുലില്ലാ, നാളെ ഇവിടെ ദുആ മജ്ലിസ് ഉണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുകയൊക്കെ വേണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിട്ടിയ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന വലിയൊരു ഭാഗ്യം 40 പേരിൽ കൂടുതലുണ്ട്. 40 പേരിൽ കൂടുതലുണ്ട്. ആരുടെയെങ്കിലും ഒരാളുടെ ആമീൻ അല്ലാഹു കേൾക്കും. 40 പേരുണ്ടെങ്കിൽ തന്നെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന. ഇപ്പം 40 അല്ല, അൽഹംദുലില്ലാ, ഇത്രയും പേരുണ്ട്. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളുടെ ദുആ എന്തായാലും അല്ലാഹു തള്ളിക്കളയൂല. അതുകൊണ്ട് റബ്ബിനോട് ഇന്ന് ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് ദുആ ചെയ്തൂടെ? ഒന്ന് ദുആ ചെയ്തൂടെ? ഇന്ന് വരെ ഈ 11-20 വരെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പറയാൻ നാളെ ശൈഖുന ദുആ ചെയ്യുമ്പോ ഉണ്ടാകണമെന്നില്ലല്ലോ പെങ്ങള്. നമ്മളിൽ ആരാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താം. നമുക്കൊന്ന് റബ്ബിനോട് ദുആ ചെയ്യാ, അല്ലാഹുവിനോട് തൗബ ചെയ്തു പിരിയാ. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. നമുക്ക് റബ്ബിനോട് ആത്മാർത്ഥമായിട്ടൊന്ന് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. റമദാനൊക്കെ വരികയല്ലേ, ഒന്ന് തൗബ ചെയ്തൂടെ? ഒന്ന് തൗബ ചെയ്തൂടെ? എന്താ തൗബ എന്ന് പറഞ്ഞ എന്താ? 27-ാം രാവിലെ ഒന്ന് കുളിച്ചു ഒരുങ്ങി പോവാ. എങ്ങോട്ട് പോവാടാ? തൗബ വാങ്ങാൻ പോവാ പള്ളിയിൽ. അന്ന് ചാക്കിനകത്ത് നിറച്ച് കിട്ടണ പോലെ പോണേ. എല്ലാരും വിചാരിച്ചിരിക്കണം അന്നത്തെ ഒരു ദിവസം കൊണ്ട് അങ്ങ് രക്ഷപ്പെടാന്നാ. ഇവിടെ തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞത് തൗബത്തൻ നസൂഹ എന്നാ പറഞ്ഞേ. ചുമ്മാതെ കടന്നിട്ട് തൗബ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ തൗബ വല്ലാത്ത തൗബയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നോക്കുന്നത് ഇഖ്ലാസ് ഉണ്ടാകണം. പറയുന്ന കാര്യം എന്തുമാകട്ടെ. ഞാൻ എപ്പോഴും ഒരു കഥ പറയാറുണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേപ്പോ, ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കസേര ഒന്നെടുത്ത് മുന്നോട്ട് വന്ന് ക്യാമറ ഒന്നും തെളിയിടരുത്. മൈക്ക് സെറ്റ് തന്നെ വിട്ടേക്കണം. വാ, ഇങ്ങോട്ട് കയറി വാ, ദുആ ചെയ്യട്ടെ. അപ്പൊ ഇങ്ങോട്ട് കയറി വാ, കസേര എടുത്തിട്ട് വാ, അടുത്തിരിക്കും. ഇൻഷാ അല്ലാഹ്. വാ മക്കളെ, നിങ്ങളവിടെ ഇരുന്നോടാ. ക്യാമറ തട്ടല്ലേ, നിങ്ങളവിടെ ഇരുന്ന ക്യാമറ വെഴുത്തില്ല. ബാക്കിയുള്ള ഒന്ന് മുന്നോട്ട് കയറുള്ളൂ ഹബീബേ. കൊണ്ട് നിങ്ങളവിടെ ഇരുന്ന ക്യാമറയ്ക്ക് നിങ്ങൾ സെക്യൂരിറ്റിയാണ്, അതുകൊണ്ടാണ് ഇരിക്കാൻ പറഞ്ഞു. അവിടെ തന്നെ, അവിടെ ഇരുന്ന് പുറകിലുള്ളവരൊക്കെ ഒന്ന് മുന്നോട്ട് കയറിക്കും. ബോക്സിന്റെ ചൂട്ടി വന്നിരിക്കല്ലേ, ചെവി പൂട്ടും.
ഇന്ന് കയറിക്ക് അൽഹംദുലില്ലാ, കയറി ഇങ്ങോട്ട് കയറി. അല്ലാഹ് പാപന്തോ വലിച്ചുകൊണ്ട് വരുന്നു ഇപ്പോൾ ഒരു കസേര. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. സബ് ജൂനിയർ വിഭാഗമാണ് ഫ്രണ്ടിൽ, പ്രായമുള്ളവരൊക്കെ റോഡില്ല. വാ കയറിക്ക് അൽഹംദുലില്ലാ. അതൊക്കെ ഒന്ന് കയറിയിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് കയറിയിരിക്കും അൽഹംദുലില്ലാ. കൊറോണ ഒന്നുമില്ല, കയറിക്കോ, കുഴപ്പമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. പുറത്തിരിക്കണം എല്ലാവരും കയറിക്കും, അമേരിക്കാരൊക്കെ കയറിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൗബ എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദ് പ്രസംഗിക്കുക. ഉസ്താദിന്റെ വിഷയം അള്ളാഹുവിനെ കുറിച്ചാ പ്രസംഗിച്ച്. ഇരിക്കടോ. ഉസ്താദ് അള്ളാഹുവിനെ കുറിച്ച് പ്രസംഗിക്കുക. ഏത് പ്രയാസത്തിലും അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹ് തരും. ഉസ്താദിന്റെ വിഷയം അള്ളാഹിനോട് ഏത് പ്രതിസന്ധിയുടെ സമയത്തും സഹായം ചോദിച്ചാൽ അള്ളാഹ് തരും. ഇതാ ഉസ്താദ് പ്രസംഗിക്കണേ. അന്ന് രാത്രി ഒരു കള്ളം മോഷ്ടിക്കാൻ വേണ്ടി പോയി. കള്ളം മോഷണത്തിന് വേണ്ടി പോയി. മോഷ്ടിക്കുന്ന വീട്ടിൽ ചെന്ന് മോഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീട്ടുകാരുണന്നപ്പോ പിന്നെ പറയേണ്ട കാര്യമില്ല. കള്ളനെന്ന് വിളിച്ച് എല്ലാരും ചാടി എഴുന്നേറ്റു. കള്ളനാണെങ്കിൽ ജീവനും കൊണ്ടോടുക. കള്ളന്റെ പുറകെ വീട്ടുകാരും നാട്ടുകാരും കള്ളനെ പിടിക്കാൻ ഓടുക. അങ്ങനെ ഓടി 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 കള്ളൻ ജീവനും കൊണ്ട് ഓടി ചെല്ലുന്നത് ഒരു പുഴയുടെ മുമ്പിലാണ്. നല്ല ഒഴുക്കുള്ള ഒരു പുഴയുടെ മുമ്പിൽ ചെന്നു. കള്ളം മുന്നോട്ട് നോക്കുമ്പോ നല്ല ഒഴുക്കുള്ള പുഴ, പുറകോട്ട് നോക്കുമ്പോ നാട്ടുകാർ മുഴുവനും തല്ലിക്കൊല്ലാൻ വേണ്ടി വരിക. അപ്പൊ കള്ളൻ അപ്പഴാ ഉസ്താദിന്റെ പ്രസംഗം ഓർമ്മ വന്നു. ജുമാ പ്രസംഗം ഉസ്താദ് പ്രസംഗിച്ചത് ഓർമ്മ വന്നു. ഏത് പ്രതിസന്ധിയിലും അള്ളാഹിനോട് ആരെങ്കിലും ചോദിച്ചാൽ പടച്ചവൻ കൈവിടൂല. കള്ളനാണെങ്കിൽ പടച്ചവനോട് പറഞ്ഞു, അല്ലാ ഞാൻ ചെയ്തത് തെറ്റാ പടച്ചവനെ, ഞാൻ ചെയ്യുന്നത് പാപമല്ല, തെറ്റാ അല്ല, ഞാൻ സമ്മതിച്ചു അല്ല. പടച്ചവനെ എനിക്ക് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ഉസ്താദ് പറഞ്ഞത്, റബ്ബേ നിന്നോട് ചോദിച്ചാ നീ തരുമെന്ന. അല്ലാ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാ, എന്നെ നീ രക്ഷപ്പെടുത്തണം. ഈ നാട്ടുകാരെന്നെ പിടിക്കരുത്. ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇറങ്ങുകയാണ്, എന്നെ നീ രക്ഷപ്പെടുത്തണം. ഇനി ഒരു കാലത്തും ഞാൻ മോഷ്ടിക്കില്ല പടച്ചവനെ. ആത്മാർത്ഥമായിട്ട് ഈ കള്ളൻ റബ്ബിനോട് പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. ആ ഒഴുകുന്ന പുഴയുടെ മുകളിലൂടെ റോഡിലൂടെ നടക്കണ പോലെ കള്ളൻ നടന്ന് അക്കരയിൽ പോയി രക്ഷപ്പെട്ടു. കള്ളനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ. എങ്ങനെ അല്ല ഞാൻ ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നേ? കള്ളൻ പിറ്റേ ദിവസം ഉസ്താദിനെ കാണാൻ പോയി പള്ളിയിലെ ഉസ്താദിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, ഉസ്താദെ ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, നിങ്ങൾ പറഞ്ഞത് സത്യവാ, അള്ളാഹിനോട് ചോദിച്ച റബ്ബ് തരും. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹിനോട് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോ ഞാൻ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു ഉസ്താദെ. കള്ളൻ ഇത് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഉസ്താദിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഉസ്താദിനൊരു സമാധാനമില്ലടോ കിടന്നിട്ട്. ഉസ്താദ് ഇങ്ങനെ നേരെ എഴുന്നേറ്റ് പുഴയുടെ ചാരത്ത് പോയി. അല്ലാ ഒരു കള്ളൻ ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൽമു പഠിച്ച ഒരു ആലിമാ. ഉസ്താദ് എന്തിക്കുന്നതിന് കള്ളം നടന്നില്ലേ? ഞാൻ ഇൽമു പഠിച്ച ഒരു ആലിമല്ലേ? ഉസ്താദ് എന്ത് ഇത് രണ്ടും കൽപ്പിച്ചിട്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാഹുവേ ഞാൻ എന്റെ ഇൽമു പഠിച്ച ഒരു ആലിമാ അല്ലാ, ഞാൻ ഇറങ്ങാ പടച്ചവനെ, എന്നെയും നീ കൊണ്ടുപോണേ അല്ലാ. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് മനസ്സിലായി? കള്ളൻ ഇഖ്ലാസ് ഉണ്ടായിരുന്നു. ഉസ്താദ് ടെസ്റ്റ് അടിച്ചു നോക്കിയതാ. അതാ വ്യത്യാസം. എടോ കള്ളൻ ആ പറഞ്ഞ വാക്കിൽ അവൻ ഇഖ്ലാസ് ഉണ്ട്. അവൻ പറഞ്ഞ എന്താ? അല്ലാ എനിക്ക് ചോദിക്കേണ്ടത് പോലും എങ്ങനെയാണെന്നറിയില്ലല്ലാ, എന്നാലും പടച്ചവനെ എനിക്കറിയാം അല്ലാ, ഞാൻ ഇറങ്ങുന്നു, നീ എന്നെ രക്ഷപ്പെടുത്തണം. പക്ഷെ ഉസ്താദ് എന്ത് ചെയ്തു? ഒന്ന് ജസ്റ്റ് പോയി, ഒന്ന് പാളിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ തൗബ അങ്ങനെ ആകരുത്. നമ്മുടെ തൗബ അങ്ങനെയാകരുത്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ പെങ്ങളെ? എടാ ചെറുപ്പക്കാരാ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയോ? ഒരു ചെറുപ്പക്കാരന്റെ തൗബ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നമ്മളെ പോലെ ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ തൗബ പറഞ്ഞു തരാം. ആരുടെ തൗബയാണെന്നറിയോ? അല്ലാഹുവേ, സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തില് സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരു ദിവസം പടച്ചവനെ സഅലബ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു വീടിന്റെ പരിസരത്തു കൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ. ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സഅലബ ഇങ്ങനെ വീടിന്റെ പുറകിലൂടെ നടന്നു പോകുമ്പോ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ
അവിടെ നിങ്ങനെ നോക്കി നിൽക്കുകയാണ്, അവിടെ നിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പടച്ചവനെ, സാധാരണ ഒരു നോട്ടമല്ല, അത് വല്ലാതെ നീണ്ടുപോയടോ. അതാ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന പെണ്ണിന്റെ ശരീരം കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ്. ഒരുപാട് സമയം ഇങ്ങനെ നിന്നടോ. പിന്നീടാണ് ചിന്തിക്കുന്നതല്ലാ, ഞാൻ ചെയ്തത് പാപമാണല്ലോ റബ്ബേ, ഞാൻ ചെയ്തത് വ്യഭിചാരമാണല്ലോ റബ്ബേ, ഞാൻ ഹറാം കണ്ടല്ലോ അല്ലാ, ഞാൻ നരകത്തിലാണല്ലോ അല്ലാ. ഈ ഹറാം കണ്ട കണ്ണുകൊണ്ട് ഇനി എങ്ങനെയാണ് നിബിതങ്ങളെ കാണുന്നത്, നിബിതങ്ങളുടെ മുമ്പിൽ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെല്ലാം മനസ്സിലാകുമല്ലോ. സഅലബ കരയുകയാണ്, സഅലബ കരയുകയാ, എന്നിട്ട് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. പടച്ചവനെ, അതാ പഴുത്ത് കിടക്കുന്ന മരുഭൂമിയിലേക്ക്, മണലാരുണ്യത്തിലേക്ക് കടന്നു ചെന്നിട്ട് സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാണ്, അല്ലാഹുവേ, ഞാൻ നരകത്തിലാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മണതാ പഴുത്തു കിടക്കുന്ന മണ്ണിൽ കിടന്ന് കരയുകയാണ്. മരുഭൂമിയുടെ ഒരു ഭാഗത്തുകൂടെ നിലവിളിച്ചുകൊണ്ട് ഭ്രാന്തനെ പോലെ ഓടുകയാണ്. പടച്ചവനെ, ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, ചെറുപ്പക്കാരാ, സഅലബയെ പിന്നെ ആരും കണ്ടിട്ടില്ല മോനെ, സഅലബാനെ പിന്നെ ആരും കണ്ടിട്ടില്ല. പടച്ചവനെ, നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് മലഞ്ചെരുവിലൂടെ നടക്കുകയാണ്. 40 ദിവസം കഴിഞ്ഞു മോനെ, അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറ നബിയേ. 7 ആകാശം കടന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വഹിയുമായിട്ട് ഇറങ്ങി വരണമെങ്കിൽ, അല്ലാഹു പറഞ്ഞു വിടണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും ചെറുപ്പക്കാരാ, എത്ര കരഞ്ഞിട്ടുണ്ടാകും പെങ്ങള്, എങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാകും പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, സഅലബ എവിടെ സ്വഹാബാ? അവിടെന്ന് പറഞ്ഞു, നബിയേ, കാണുന്നില്ല നബിയേ, എവിടെയാണെന്നറിയില്ല നബിയേ, ഒരുപാട് നാടുകളായി സഅലബയെ കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഉമർ തങ്ങളെ വിളിച്ചു, സൽമാൻ തങ്ങളെ വിളിച്ചു, രണ്ടുപേരോടും പറഞ്ഞു എവിടെയുണ്ടെങ്കിലും കൊണ്ടുവരാൻ. അങ്ങനെ രണ്ടുപേര് സുബഹി നമസ്കാരം കഴിഞ്ഞ് നബി തങ്ങളുടെ മുമ്പിൽ നിന്നിറങ്ങിയതാണ്. തിരഞ്ഞു നടക്കുകയാണ്, പോകാത്ത സ്ഥലങ്ങളില്ലടോ, എല്ലാ ഭാഗങ്ങളിലും തിരഞ്ഞു നടന്നു. അവസാനം ഉച്ച കഴിഞ്ഞു. റബ്ബേ, മരുഭൂമിയുടെ ഒരു ഭാഗത്തുകൂടെ സഅലബാനെ തിരഞ്ഞു നടക്കുമ്പോ ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാ, ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാ. ആ മനുഷ്യനോട് ചോദിച്ചു, സഅലബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ ആടുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതാണല്ലോ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, സഅലബയാണോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ഇന്ന ഭാഗത്തു ഞാൻ പോയപ്പോ മലയുടെ മുകളിൽ നിന്ന് മുടിയൊക്കെ ജട പിടിച്ച് കീറിപ്പറഞ്ഞ വസ്ത്രവുമായി ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിനകത്ത് കിടന്ന് നിലവിളിക്കുന്നത് ഞാൻ കണ്ടു. എന്നെ കണ്ടപ്പോ മലയുടെ മുകളിലേക്ക് ഓടിക്കേറി. ഉസ്മാന് പടച്ചവനെ, ഉമർ തങ്ങള് ആ പറഞ്ഞ അടയാളം വെച്ച ആ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോ നേരെ സമയമായി. പടച്ചവനെ, സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ്. മുടിയൊക്കെ ജട പിടിച്ച് കീറിപ്പറഞ്ഞ വസ്ത്രവുമായി സഅലബ ഇറങ്ങി വന്നിട്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിലേക്ക് കിടക്കുകയാണ്. മണ്ണുവാരി തന്റെ ശരീരത്തിലിടുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാഹ്
അല്ലാഹുവേ മരിച്ചാ മതിയായിരുന്നു റബ്ബേ, മരിച്ചാ മതിയായിരുന്നു റബ്ബേ, ഞാൻ തെറ്റു ചെയ്തല്ലോ റബ്ബേ, ഞാൻ നരകത്തിലാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കിടന്നൊരു ഭ്രാന്തനെ പോലെ നിലവിളിച്ചുകൊണ്ട് കരയുമ്പോ ഉമർതങ്ങളെ വിളിക്കുന്നു സലബാ, മുത്തുനബി വിളിക്കുന്നു സലബാ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നു സലബാ. ഇല്ല ഉമർതങ്ങളെ, ഇല്ല ഉമർതങ്ങളെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ വരൂല. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ, ഞാൻ ചെയ്ത പാപം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അല്ലാഹുവേ അവിടെന്ന് പറഞ്ഞു നിന്നെ നബിതങ്ങൾ വിളിക്കുന്നു. അവസാനം സഅലബ് പറയുകയാണ്, എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് ഈ പഴുത്ത് കിടക്കുന്ന മണ്ണിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോക്കോ. ഉമർതങ്ങൾ പറഞ്ഞു ഇല്ല സഅലബ. അവസാനം സഅലബയ്ക്കറിയാ ഉമറിന്റെ സ്വഭാവം അറിയാ. അവിടെന്ന് സമ്മതിക്കുകയാണ്, ഞാൻ വരാ സമ്മതിക്കുകയാണ്. പടച്ചവനെ അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയോ, നിസ്കാരത്തിന്റെ സമയത്ത് വേണമെന്നെ കൊണ്ടുപോകാൻ, നിസ്കാരത്തിന്റെ സമയത്ത് വേണമെന്നെ കൊണ്ടുപോകാൻ. അവിടെന്ന് സമ്മതിച്ചടോ. അങ്ങനെ സഅലബയുമായി പടച്ചവനെ മസ്ജിദ് നബവിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. എല്ലാവരും നിസ്കരിക്കാൻ പള്ളിക്കകത്ത് കയറിയടോ. സഅലബ ഉടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ മുമ്പിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതാ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് ഓതുമ്പോ സഅലബ നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാ. അല്ലാഹുവേ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ സഅലബ നിലവിളിച്ചുകൊണ്ട് താഴെ വീഴുകയാണ്. നമസ്കാരം കഴിഞ്ഞു, നബിതങ്ങൾ വന്നു, സഅലബയ്ക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തു കോലമാണ് സഅലബ, എവിടെയായിരുന്നു സഅലബ? അല്ലാഹു പുറത്തിരിക്കുന്ന സഅലബ, നീ നിന്റെ വീട്ടിലേക്ക് പോക്. പടച്ചവനെ സൽമാൻ തങ്ങളോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവിടാൻ. സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. 7 ദിവസം കഴിഞ്ഞടോ, 7 ദിവസം കഴിഞ്ഞു. 8ാമത്തെ ദിവസമായപ്പോ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടി വരുന്നു. നബിയേ, സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ, ഉറക്കമില്ല നബിയേ, ഭക്ഷണം കഴിക്കാറില്ല നബിയേ, രാവും പകലും വീടിന്റെ അകത്ത് കിടന്ന് കരച്ചലാണ് നബിയേ. ഒന്ന് വരുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. നബിതങ്ങൾക്ക് മനസ്സിലായി, അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി സക്കറാത്തിന്റെ അവസ്ഥയാണെന്ന്. നബിതങ്ങൾ അടുത്തു പോയിരുന്നു, സഅലബയുടെ ചാരത്ത് പോയിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് സഅലബയുടെ തല പിടിച്ചിട്ടും മടിയിലേക്ക് വെക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലേക്ക് സഅലബയുടെ തല പിടിച്ചു വെക്കുമ്പോ സഅലബ തല വലിക്കുകയാ. അവിടുന്ന് തല വലിച്ചങ്ങ് താഴെയിടുകയാണ്. നിബിതങ്ങൾ ചോദിച്ചു, സഅലബ നിനക്കിഷ്ടമായില്ലേ സഅലബ, നിനക്കിഷ്ടമായില്ലേ സഅലബ? എന്തുപറ്റി സഅലബ? ഏതൊരു മനുഷ്യരും കൊതിക്കുമല്ലോ, ഞാനൊന്ന് വരാറ്, ഞാനൊന്നടുത്തിരിക്കാറ്, ഞാനവരുടെ ശരീരത്തിലൊന്ന് കൈവക്കാറ്. എല്ലാവരും കൊതിക്കുമല്ലോ സഅലബ. നിനക്ക്
എനിക്ക് അല്ലാഹുവേ എന്റെ മടിയിൽ തലവെച്ചത് ഇഷ്ടമായില്ലേ സഅലബ. സഅലബ പറയുന്നു നബിയേ ഇഷ്ടമാണ് നബിയേ, വല്ലാത്ത മോഹമാണ് നബിയേ, അത് വല്ലാത്ത ഭാഗ്യമാണ് നബിയേ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങയുടെ മടിയിൽ നിന്ന് തല താഴേക്ക് വലിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എനിക്കതിനുള്ള അർഹതയില്ല നബിയേ, ഞാൻ പാപം ചെയ്തവനാണ് നബിയേ. മണ്ണിൽ കിടന്ന് പിടയുമ്പോ അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ, അതുകൊണ്ടാണ് അങ്ങയുടെ മടിയിൽ നിന്ന് തലവലിച്ച് താഴെ ഇട്ടതെന്ന് പറയുമ്പോ നിബിധങ്ങൾ പറഞ്ഞു അല്ലാഹു നിന്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സഅലബ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കണ്ടുകുടിച്ചവനല്ല, വ്യഭിചരിച്ചവനല്ല, പലിശ തിന്നവനല്ല, ശിർക്ക് ചെയ്തവനല്ല. ചെയ്ത പാപമെന്തെന്നറിയോ? നടന്നു പോകുന്ന വഴിയില് ഒരു പെണ്ണ് വീടിന്റെ പുറകിൽ നിന്ന് കുളിക്കുന്നത് കണ്ടപ്പോ ഒന്ന് നോക്കിയതിന്റെ പേരിലാണ് പടച്ചവനെ 47 ദിവസം രാവും പകലും കിടന്ന് പൊട്ടിക്കരന്ന് തൗബ ചെയ്തിട്ട് അവസാനം നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയെന്ന ചരിത്രം പറയുമ്പോ സഹോദരാ സഹോദരി വല്ലാത്ത ധൈര്യമാ ഉമ്മ. 30, 35, 40 വയസ്സുള്ള സഹോദരി, എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ട് മോളെ. ആരെ മറന്നാലും അല്ലാഹനെ മറക്കല്ലേ. മോശമായ കൂട്ടുകെട്ടുകളും നല്ലതല്ല പെങ്ങളെ. മക്കളെ, എല്ലാം തീരുന്ന ഒരു ദിവസമുണ്ട്, ഏതിനും ഒരു അവസാനമുണ്ട്. എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, എല്ലാത്തിനും ഒരു പരിധിയുണ്ടടാ. അഹങ്കാരത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. എല്ലാ തീരുന്ന ഒരു ദിവസമുണ്ട്. എപ്പോഴെവിടെ വെച്ചാട് വരുന്നതെന്നറിയില്ല. ചിരിയും കളിയും തമാശയും പണ്ട് സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സുകളുമായി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിലൂടെ ഫോൺ നമ്പർ എടുത്തിട്ട് പേഴ്സണലായി പടച്ചവനെ പാതിരാത്രികളെ പകലുകളാക്കുന്ന പെങ്ങന്മാരെ, ചിരിയും കളിയും തമാശകളുമായി നടക്കുന്ന ചെറുപ്പക്കാരാ, വിവാഹം കഴിച്ച ഭാര്യയുടെ കുറ്റം പറഞ്ഞിട്ട് കൂട്ടുകാരിയുടെ കിടപ്പറയിൽ കേറുന്ന ചെറുപ്പക്കാരാ, ഈ കളിയും തമാശയുമൊക്കെ മാറുമടാ. ചിരിയും തമാശയുമൊക്കെ മാറും മക്കള്. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാ. എന്തിനാണെന്നറിയോ? തുഅമ്മീലു ഫിദ്ദുനിയാ തവീലം വലാ തദിരി. നിങ്ങളുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കടോ. കുല്ലും റിഇന്നോ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ ശിറാകി നഅലിഹി. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ കാബുൽ അർവാഹ് മലക്ക് അസ്റായീൽ തൊട്ടു പുറകെ നടക്കുന്നുണ്ട് മക്കളെ. അതുകൊണ്ട് അല്ലാഹു തരുന്നൊരവസരമാ, അല്ലാഹു തരുന്നൊരു ചാൻസാ. ശഅബാ മാസമാ, റമദാൻ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. എന്ത് തയ്യാറെടുപ്പാ പെങ്ങള്, എന്ത് തയ്യാറെടുപ്പാ ചെറുപ്പക്കാരാ. എന്തിനാണ് 2 മാസം മുമ്പ് റമദാൻ വരുന്നുണ്ടെന്ന് റജബും ശഅബാനും നമ്മളോട് പറയുന്നത്? തയ്യാറാകാനാ, ഒരുങ്ങാനാ, മനസ്സും ശരീരവും ശുദ്ധമാക്കാനാ. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാണ്, എന്റെ നഫ്സിനോടും നിങ്ങളോടും പറയുകയാ, എപ്പോഴും അവസരം കിട്ടണമെന്നില്ല. കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തു. അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവേ, ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ദുആയിക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ആത്മാർത്ഥമായി
ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് തൗബ ചെയ്യും. പ്രസവനെ ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് കുടിച്ചുകൊണ്ട് നിൽക്കണത് കണ്ടതിന്റെ പേരില്ല ഇങ്ങനെ തൗബ ചെയ്തിട്ട് മരിച്ച്. നമ്മളോ കൂടെ കിടന്നിട്ട് മനസ്കുത്തെന്ന് പറഞ്ഞാണില്ലല്ലോ. നമ്മളൊക്കെ കൂടെ കിടന്നിട്ട് പോലും പരസ്യമായി പോയി വ്യഭിചരിച്ചിട്ട് പോലും പടച്ചോനെ ഒരു സ്കൂള് വിട്ട് ചിരിക്കണ മുഖത്തോടെ വരിക. ഉമ്മാന്റെ മുമ്പിൽ കോളേജിൽ പോണ പേരും പറഞ്ഞിട്ട് കാമുകന്റെ കൂടെ പോയി ലോഡ്ജ് എടുത്തിട്ട് കാര്യം കഴിഞ്ഞിട്ട് ഇവള് വീട്ടിലോട്ട് വരുമ്പോ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് സലാം പറഞ്ഞിട്ട് കയറി പോവാ, പറ്റിക്കുക. നേരെ ബെഡ്റൂമിന്റെ അകത്ത് കയറിയിട്ട് കാലിന്റെ മുകളിൽ കാലിട്ടിട്ട് ഓള് മെസ്സേജ് എഴുതുന്നു, ഇന്നത്തെ കല റാഹത്തായിരുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു തൻ്റെ ഇടമെന്നറിയോ. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മക്കളെ വഞ്ചിച്ചുകൊണ്ട് പടച്ചോനെ ജീവിക്കണ ആണാകട്ടെ പെണ്ണാകട്ടെ ആരായാലും മക്കളെ ഒരു ദിവസം വീഴും കേട്ടോ, ഒരു ദിവസം വീഴും കേട്ടോ. എല്ലാത്തിനും ഒരവസാനമുണ്ട്. സൂക്ഷിക്കുന്നത് നല്ലതാ. 1, 2, 3 സൂക്ഷിച്ചോ. മൃതങ്ങൾ പറഞ്ഞത് 1 വട്ടം രക്ഷപ്പെടും, 2 വട്ടം രക്ഷപ്പെടും, 3 വട്ടം പിന്നെ നീ എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്നായിക്കോ, നന്നാകാൻ അള്ളാഹു ഒരു അവസരം തരികയാ. റബ്ബിനോട് തൗബ ചെയ്ത് പിരിയാ. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു വലിയൊരു അവസരം തരുന്നുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു വലിയ ഒരു ചാൻസ് തരുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളൊക്കെ പഠിച്ച ഒരു മദ്രസ, ആ ചെറിയ മദ്രസ ഒന്ന് അൽഹംദുലില്ലാഹ് പൊളിച്ചിട്ട് മനോഹരമായ ഈ നാടിന്റെ വെളിച്ചമായി, ഈ നാടിന്റെ പ്രകാശമായി അൽഹംദുലില്ലാഹ് ഒരു പുതിയ മദ്രസ പണിയണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അത് അല്ലാഹ് തന്നൊരു അവസരമല്ലേ. നിങ്ങളൊക്കെ അവിടെ പഠിച്ചവരല്ലേ. ആ മദ്രസയിൽ പഠിക്കാത്ത ആരാ ഉള്ളേ? ഇരിക്കണ ഓരോ ആണും പെണ്ണും ചിന്തിച്ചു നോക്കിയേ, നിങ്ങളൊക്കെ അവിടെ നിന്നല്ലേ പഠിച്ചേ? നിങ്ങളൊക്കെ പഠിച്ച മദ്രസയില്ലേ? അൽഹംദുലില്ലാഹ് ഈ നാട്ടിലെ ഓരോ വീടും അൽഹംദുലില്ലാഹ് നിങ്ങൾ ഓരോരുത്തരും ഈ മഹല്ലിലെ ഓരോരുത്തരും പഠിച്ച മദ്രസ, ആ മദ്രസയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയത്. ഇന്ന് അൽഹംദുലില്ലാഹ് ആ മദ്രസയ്ക്ക് ഒരു ആവശ്യം വന്നിരിക്കുന്നു. ഈ ചെറിയ മദ്രസ പോരാ, ഒരു വലിയ മദ്രസ പണിയണം എന്ന ആഗ്രഹത്തോടു കൂടി അൽഹംദുലില്ലാഹ് ഈ മഹല്ല് കമ്മിറ്റി അതിന് തയ്യാറെടുത്തുകൊണ്ട് ഇറങ്ങാൻ പോവുകയാ. അള്ളാഹു അത് വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് അള്ളാഹു എപ്പോഴും പള്ളിയും മദ്രസയൊന്നും കിട്ടൂല. അത് എപ്പോഴും കിട്ടുന്നതല്ല. വർഷങ്ങൾ കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരു അവസരം പോലെ അള്ളാഹു തരുന്നതാ. എൻ്റെ പെങ്ങളെ, നിങ്ങളൊന്ന് മനസ്സ് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ പഠിച്ച ഒരു സ്ഥാപനമല്ലേ, നിങ്ങൾ പഠിച്ച ഒരു സ്ഥാപനമല്ലേ. നിങ്ങളുടെ കാലങ്ങൾ ഉസ്താദന്മാര് പഠിപ്പിച്ച ആ കാലം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. അൽഹംദുലില്ലാഹ്. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ഈ ഇരിക്കുന്ന ഓരോരുത്തരും അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടില്ലേ പെങ്ങളെ, ഒരുപാട് സമ്പത്ത് നൽകിയിട്ടില്ലേ പെങ്ങളെ. ഇതൊക്കെ റബ്ബ് തരുന്നതല്ലേ. ഈ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സ് വിചാരിച്ചാൽ അൽഹംദുലില്ലാഹ് ആ മദ്രസയുടെ പണി തുടങ്ങാൻ കഴിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എനിക്ക് പിരിക്കാനൊന്നും അറിയില്ല, അങ്ങനെ പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. കാരണം ഇതൊക്കെ നല്ല അള്ളാഹുവിന് വേണ്ടിയാണല്ലോ. അള്ളാഹു ത്വയ്യിബാണ്, അള്ളാഹു നല്ലതേ ഇഷ്ടപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല സദഖ എന്ന് പറയുന്നത്. അത് മനസ്സ് കൊടുക്കുന്നവൻ അള്ളാഹുവാ. ഓരോരുത്തർക്കും ചിലപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ കയ്യും കെട്ടിയിരിക്കും. പെണ്ണെ, നിന്റെ ശരീരത്തിൽ എത്ര പവനുണ്ടെന്ന് ചോദിച്ചാൽ നിനക്കറിയോ? നിനക്കറിയില്ല. തൂക്കി നോക്കണം. ഇത്രയും കോടീശ്വരിയായ നീ ഇരിക്കുമ്പോ ചിലപ്പോൾ നിന്റെ കൂടെ ഇരിക്കുന്ന പാവപ്പെട്ടവൾക്കായിരിക്കും അള്ളാഹു മനസ്സ് കൊടുക്കുന്നത്. കാരണം അതൊരു വലിയ സൽക്കർമ്മമാണ്, അതൊരു നല്ല കാര്യമാണ്. കാരണം നമുക്കറിയാം എന്താ പ്രതിഫലം, എന്താ ഈ മദ്രസയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? രാവിലെ എല്ലാ മക്കളും, രാവിലെയാകട്ടെ വൈകിട്ടാകട്ടെ എല്ലാ വിദ്യാർത്ഥികളും മദ്രസയിൽ വന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഫാത്തിഹ ഓതും, പിരിയുമ്പോൾ 3 സ്വലാത്ത് പറയും. ഇത് ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങളുടെ ഖബറിലെത്തും. അതാണ് ഏറ്റവും വലിയ നേട്ടം. നമ്മുടെ മക്കൾ നോക്കണമെന്നില്ല. ഇരിക്കണന്റെ ഉമ്മച്ചിയോട് ഞാൻ ചോദിക്കട്ടെ, ഉമ്മ നീ എല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്നല്ലോ, ആരാ? മക്കൾക്ക് വേണ്ടി, നിന്റെ മകൾക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം കൂട്ടി വെക്കുന്നേ? ഞാൻ എൻ്റെ ഉമ്മാനോട് ചോദിക്കട്ടെ, ആ മോളോട് ചോദിച്ചേ, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാവോ എന്ന് ചോദിച്ചു നോക്ക്. നിന്റെ മകളോട് ഇരിക്കണം ഉപ്പാനോട് ഞാൻ ചോദിക്കട്ടെ, ഉപ്പ നീ തിന്നത്തുമില്ല, കുടിക്കത്തുമില്ല, ധരിക്കത്തുമില്ല, നീ ഇങ്ങനെ വെച്ചോണ്ട് നടക്കാം, മക്കൾക്ക് വീട് വെക്കണം, മക്കളെ കെട്ടിക്കണം, ഇതിനു വേണ്ടി ഉപ്പാ ചോദിരുപ്പ, ഇന്ന് രാത്രി നീ മരിച്ച എടാ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിലെങ്കിലും ഒന്ന് കയറുമെന്ന് ചോദിച്ചു വയ്ക്കുക. അറിയില്ലപ്പ. നമ്മൾ എന്താ ചിന്തിക്കാത്ത? നമ്മളൊക്കെ എപ്പോഴും റബ്ബിനോട് പറയാം, അള്ളാഹു നല്ല മരണം തരണേ എന്ന്. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹുവെ, ഈ സദസ്സിലിരുന്ന് ആരൊക്കെ കൈപൊക്കിയോ ഈ കൈപൊക്കിയവർക്ക് മുഴുവനും നീ നല്ല മരണം കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ, മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കാൻ ഈ കൈപൊക്കിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്.
ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ഒന്നുകൂടെ കൈ പൊക്കിക്കേ. അല്ലാഹു നമ്മളെ ഇനി കൈ പൊക്കാത്തവൻ പൊക്കണ്ട. ഇവനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു. ഇനി കൈ പൊക്കാത്തവൻ അവനെ ഇത്രയും നേരം ഞാൻ വഴുതു പറഞ്ഞെന്താ, ചിലരുണ്ട് അവനെ വേണ്ടാന്ന് പറഞ്ഞ അല്ല എഴുതി തെളിയില്ല. സിറാജ്, നിന്നെക്കാളും വലിയ കൊലകൊമ്പന്മാര് നോക്കിയിട്ട് ഞാൻ അനങ്ങിയിട്ടില്ലടാ. അതാ ഞാൻ പറഞ്ഞ ചിലത് അങ്ങനെയുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? അറിയുമ്മ, ഈ നല്ല മരണമെന്ന് പറയുന്നല്ലോ എന്താണെന്നറിയോ? നല്ല മരണത്തിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നബിതങ്ങളെ സാക്ഷിയാക്കി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിലും റൂമിലും സുഗന്ധമുണ്ടാകണം. ഇതിനാണ് നല്ല മരണം എന്ന് പറയുന്നത്. ഈ 15 കാര്യങ്ങൾ ലഭിക്കുമ്പോഴാണ് അതിന് നല്ല മരണമെന്ന് പറയുന്നത്. ഈ ഇരിക്കണ ഓരോ മഹ്ലൂക്കിനോട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു മരണം കിട്ടാൻ നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത നന്മ എന്താ? വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് വുദുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നബിതങ്ങളെ സാക്ഷിയാക്കി ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കണം. നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദ്വാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിൽ സുഗന്ധമുണ്ടാകണം. ഇങ്ങനെ ഒരു മരണം കിട്ടാൻ എൻ്റെ ഉമ്മച്ചി ചെയ്തു വെച്ചിരിക്കുന്ന നന്മ എന്താ? നമ്മൾ ഒരുപാട് നന്മ ചെയ്തു വെച്ചിട്ടുണ്ടോ? അതാർക്ക് വേണം നന്മ? ഞാനും നിങ്ങൾ ഒരുപാട് നന്മ, ഇതാർക്ക് വേണം? അള്ളാഹുടെ മുമ്പിൽ ഒന്നും എത്തിയിട്ടില്ലടോ. ഞാൻ ഈ വെള്ളിയാഴ്ച ഒരു ഹദീസ് കണ്ടു, വല്ലാത്ത സങ്കടം തോന്നി. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എടോ, നബിതങ്ങൾ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, സിഹിർ ചെയ്യുന്ന ഷിറുക്കാടോ? നബിതങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഞാൻ ഈ വെള്ളിയാഴ്ച കണ്ടു, വല്ലാതെ ഭയം തോന്നിയടോ. എടോ, ഷിറുക്ക് ചെയ്യുന്ന ഒരു വിഭാഗം എൻ്റെ സമുദായത്തിൽ കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ നബി എന്താ നബിയെ ഷിറുക്കെന്ന് വെച്ചാൽ? എടോ, ഒരാൾ കാണുന്നതിന് വേണ്ടി നിസ്കരിക്കുന്നത് ഷിറുക്കാടോ? ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് കാണുന്നവർ തോന്നണം. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ സിറാജ് വയത് പറഞ്ഞു 2 മണിക്കൂർ വയത് കഴിഞ്ഞു പോകുമ്പോ എല്ലാവരും സിറാജ് വലിയ പ്രഭാഷകനാണെന്ന് പറയണമെന്നുള്ള ചിന്തയോടുകൂടിയ ഞാൻ ഈ കുരയ്ക്കുന്നതെങ്കിൽ ഇതുകൊണ്ടൊരു പ്രയോജനമില്ലടോ. അള്ളാഹു എനിക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടോ, വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹദീസ്. നമ്മൾ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന നന്മ, ഉപ്പ നീ തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഉപ്പ, എൻ്റെ ഉമ്മ നീ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നത് ഈ തൊഴിലുറപ്പിന് പോണ പെണ്ണുങ്ങൾ വരെ പറയും മച്ചി. എല്ലാവർക്കും അറിയാം നീ വലിയ നോമ്പുകാരിയാ, നീ വള്ളി കെട്ടിക്കൊടുത്തു, നീ സദഖ കൊടുത്തു, നീ ഹജ്ജ് ചെയ്തു, ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാം. അള്ളാഹിക്ക് അറിയില്ല ഉമ്മ. ഇപ്പ അള്ളാഹുടെ മുമ്പിൽ നിന്റെ ഒരു അമലും പോയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് ഞാൻ എപ്പോഴും പറയും. ഞാൻ ഒരു ഉസ്താദിന്റെ കഥ പറയും. 36 വയസ്സുകാരൻ ഉസ്താദ്, അദ്ദേഹത്തിന് സുഖമില്ലാതെ, അദ്ദേഹത്തിന്റെ ലെൻസിലൊക്കെ ന്യൂമോണിയ ബാധിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം ഐസിയുവിനകത്ത് കിടക്കുകയാണ്. ഡോക്ടർ പരിശോധിക്കാൻ ചെന്നു. പരിശോധന എല്ലാം നടത്തിയിട്ട് ഇറങ്ങി പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടുകാരെ അറിയിച്ചേക്കാൻ. ഡോക്ടർ ഇറങ്ങിപ്പോയി. സത്യത്തിൽ ഉസ്താദ് ഇത് കേട്ടടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് ഓടി ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, ഉസ്താദ് കിടന്ന് വല്ലാത്ത കരച്ചല, അടുത്ത് കിടക്കണ രോഗികളൊക്കെ പ്രശ്നമാണ്, ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വരണം. ഡോക്ടർ ഓടി ചെന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല മെഡിസിനാണ് ഞങ്ങൾ തന്നിരിക്കുന്നത്. നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്, ദൈവത്തോട് പോലും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ കിടന്ന് കരയുന്നല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട സമയത്ത് കിടന്ന് കരയില്ലോ. ഈ കിടക്കുന്നൊക്കെ രോഗികളാ. ഡോക്ടർ പറഞ്ഞു കരയാൻ പാടില്ല. ഉസ്താദ് പിന്നെയും കരയാ. അപ്പൊ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് മരിക്കാൻ പേടിച്ചിട്ട് കരയാണോ? ഉമ്മ, നിങ്ങൾ മരിക്കാൻ പേടിച്ചിട്ട് കരയാണോ? അപ്പൊ ഡോക്ടറിനോട് ഉസ്താദ് പറഞ്ഞു, അത്രേ, ഞാൻ കരയുന്നത് മരിക്കാൻ പേടിച്ചിട്ടൊന്നുമല്ല, കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും മരിക്കും.
അപ്പൊ അമുസ്ലിമായ ഡോക്ടർ കൽപ്പന കുടുംബത്തെ ഓർത്തിട്ടാണ്. ഉസ്താദിന് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 2 മക്കളുണ്ട്. ഭാര്യയും മക്കളെ ഓർത്തിട്ട് കരയുകയാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. നഴ്സിനോട് പറഞ്ഞൊന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പോഴും ഉസ്താദ് പറഞ്ഞു, അല്ല, ഞാൻ കരയുന്നത് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള എൻ്റെ പൊന്നുമക്കളെ ഓർത്തിട്ടല്ല, എൻ്റെ ഭാര്യ ഓർത്തിട്ടല്ല. അമുസ്ലിമായ ഡോക്ടർക്ക് വല്ലാത്ത അത്ഭുതം. മരിക്കാൻ പേടിയില്ല, ഭാര്യയെയും മക്കളെയും പിരിയുന്നതിൽ സങ്കടമില്ല. പിന്നെന്തിനാ നിങ്ങൾ കരയണേ? 36 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോ എന്തും കൊണ്ടാ ഞാൻ പോവാ. 36 വർഷം എനിക്കെല്ലാം തന്ന് എന്നെ പൊന്നുപോലെ നോക്കി എൻ്റെ റബ്ബുണ്ടല്ലോ. അള്ളാഹുടെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോ എന്ത് ധൈര്യത്തിൽ ഞാൻ പോകും? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിയില് അസ്രായിൽ വന്നിട്ട് വാന്ന് പറഞ്ഞു വിളിച്ചാ എന്തുണ്ടുപ്പാ നിന്റെ കയ്യില്? ഒരു നന്മയെങ്കിലും, ഒരു സുബ്ഹാനല്ലാഹെങ്കിലും നിന്റെതെന്ന് പറയാ നിന്റെ കയ്യിലുണ്ടോ? ഉമ്മമാരൊക്കെ ചിന്തിക്കുന്നത് നല്ലതാ. ഉമ്മ രാവിലെ എഴുന്നേറ്റുന്നവൻ വൈകുന്നേരം തയ്ക്കണില്ല. രാവിലെ എഴുന്നേക്കുന്നവന് വൈകുന്നേരം തികക്കണില്ല. ക്യാൻസറും ട്യൂമറും ഒന്നുമില്ലായിരുന്നു, നിന്ന നിപ്പിന് വീണ് മരിച്ചുപോയി ഉമ്മച്ചി. വൈകുന്നേരം ചിരിക്കുന്ന മുഖത്തോടെ മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് കിടന്നുറങ്ങിയ മനുഷ്യൻ രാവിലെ എഴുന്നേക്കണില്ല. വാപ്പ, എടോ ക്യാൻസറാ, മാരക രോഗമാ. കവി പറയാ, وكم من صحيح مات من غير إلتي وكم من مريض عاش دهرا على دهري. മരിക്കൂന്ന് പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുക. എന്നാ ചെറുപ്പക്കാരൻ നിന്ന നിപ്പിന് പോയടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നെന്നറിയില്ല. അള്ളാഹുവിനെ ഓർത്തിട്ട് ഒരു നന്മ ചെയ്തു വെച്ചോ ജീവിതത്തിൽ.